ഹായ് മക്കൾസ്. അപ്പോൾ അവന്യ മിസ് വന്നിട്ടുള്ളത് മിസ്സിൻ്റെ മക്കൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ആയിട്ടാട്ടോ. അതായത് മിസ്സിൻ്റെ മക്കൾ ഇപ്പോൾ 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പോവാണല്ലേ. അതായത് 4th സ്റ്റാൻഡേർഡിൽ നിന്ന് 5th പോവല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാതിരിക്കും എന്ന് അറിയാം. എന്നാൽ നമുക്ക് ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ, പഠിക്കാനൊന്നുമല്ല, ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് മിസ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ മിസ് എന്ത് ചെയ്യുക, വേഗം തന്നെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞതല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ 4ാം ക്ലാസ്സിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നമ്മൾ 4th നിന്ന് എന്താണ് 5th പോയി അല്ലേ. 5th പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുതിയതല്ലേ. നമ്മൾ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുതിയതാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും കണ്ടോ അല്ലേ. നമ്മൾ 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുതിയതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ച സബ്ജക്റ്റിനെക്കാളും 2 സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നിട്ടില്ലേ. ആ 2 സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് മക്കൾക്ക് പിടികിട്ടുമോ? ഇതാ മിസ് ഇപ്പം പറയുമ്പം ആർക്കൊക്കെ ഈ കാര്യം മനസ്സിലായി എന്ന് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മിസ് നോക്കുമായിരിക്കും. മിസ് അടുത്ത വീഡിയോയിൽ അവരെ പേരും കൂടി വായിക്കാം കേട്ടോ. എന്ത് ചെയ്യുക, പേരും കൂടി കമൻറ്റ് ചെയ്തോളൂ മക്കൾ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, ഇപ്പോൾ 2 സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതായത് നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു EVS നിങ്ങൾക്ക് ഓർമ്മയുണ്ടോടാ. EVS നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ച EVS, അതായത് പരിസ്ഥിതി പഠനം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ EVSൽ തന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്ലാന്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, ആനിമൽസ് അല്ലേ, സസ്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്, ജന്തുക്കളെ പറ്റി പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ സ്വാതന്ത്ര്യ സമരം അല്ലെ, ഇൻഡിപെൻഡൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ. നമ്മൾ എന്താണ് കുറേ ജില്ലകൾ, ഡിസ്ട്രിക്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ അല്ലേ. അങ്ങനെ എന്താണ് നമ്മളെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും അടുത്തുള്ള എന്താണ് ജില്ലകളെ പറ്റിയും നാടും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു EVS അല്ലെങ്കിൽ പരിസ്ഥിതി പഠനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പരിസ്ഥിതി പഠനം, ഓർമ്മയില്ലേ? പരിസ്ഥിതി പഠനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇതാണ് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, 5ാം ക്ലാസ് ആകുമ്പം നമുക്ക് 2 സബ്ജക്റ്റ് വരികയാണ്. ഈ EVSൽ നിങ്ങൾ എന്താണ് അല്ലേ, നിങ്ങളെ പറ്റിയും ചുറ്റുപാടിനെ കുറിച്ചും പഠിച്ചിട്ടില്ലേ. അത് നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പം ഏത് പേരിൽ അറിയപ്പെടുമെന്ന് അറിയോ? ബേസിക് സയൻസ്. ഏത് പേരിൽ അറിയപ്പെടുക? ബേസിക് സയൻസ്. ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം കേട്ടോ. ബേസിക് സയൻസ് അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടാം നമുക്ക്? അടിസ്ഥാന ശാസ്ത്രം കേട്ടോ. ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം. അതായത് 4ാം ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് ചെടികളെ പറ്റും, പൂക്കളെ പറ്റും, നിങ്ങളെ പറ്റും, പിന്നെ എന്താണ് ആനിമൽസ് അല്ലെ, മൃഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നില്ലേ. അതെന്ത് ചെയ്യും, നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പിന്നെ പണ്ട് നമ്മൾ 4ാം ക്ലാസ്സിൽ എന്താണ് ഗാന്ധിജിനെ പറ്റി പഠിച്ചിട്ടില്ലേ അല്ലെ, എന്താണ് ജില്ലകളെ പറ്റി പഠിച്ചിട്ടില്ലേ, പുഴകളെ പറ്റി പഠിച്ചിട്ടില്ലേ അല്ലെ. ഇതൊക്കെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? സോഷ്യൽ സയൻസ് അല്ലെ, സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എന്താണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മിസ്സിൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളതെന്നാണ് എന്ത് ചെയ്യുന്നത് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി വരും നമ്മളെ വീഡിയോസിൽ സോഷ്യൽ സയൻസ് എന്താണെന്നും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യും പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ബേസിക് തൊട്ടിട്ട് പഠിച്ചു വരികയാണല്ലേ. നമ്മൾ ബേസിക് തൊട്ട് പഠിച്ചു വരികയല്ലേ. ഇതാ മിസ് ഇപ്പം നിങ്ങളോട് എന്താ പറഞ്ഞത്, ബേസിക് സയൻസിൽ ഇത്രയും ചാപ്റ്റർ ഉണ്ട്, ഇതിൽ ഇതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണോ മിസ് തുടങ്ങിയത് അല്ലേ. അങ്ങനെയല്ലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്തത്. മിസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് ബേസിക് സയൻസ് അല്ലേ, ഈ ബേസിക് സയൻസ് നിങ്ങൾ എവിടുന്നേ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലേ, എവിടുന്നാണ് ഇത് വന്നത്, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്താണ് ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞ് വന്നിട്ടാണ് മിസ്സിൻ്റെ മക്കളോട് എന്ത് ചെയ്തിട്ടുള്ളത്, മിസ് ബേസിക് സയൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ നമ്മളെ എജുപോർട്ടിലെ ക്ലാസ്സിൽ അല്ലേ, ആപ്പുകളിൽ കൊടുക്കുന്ന ക്ലാസ്സിൽ ഇതാ മിസ് ഈ ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സിന്റെ മക്കൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, എജുപോർട്ടിലെ മക്കൾക്കായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും മക്കൾ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അപ്പം നമ്മൾ സൂപ്പർ ബാച്ച് ഒക്കെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. മിസ്സ് വരുന്നതായിരിക്കും മക്കൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യുക, ഇത്രയും ചെറിയ ഒരു പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇത് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഫാക്കൽറ്റീസിനൊക്കെ ക്ലാസ് കിട്ടുക. ഇത് മിസ് ഇപ്പം തുടങ്ങിയില്ല. അതായത് നിങ്ങൾ എവിടുന്ന് തൊട്ട് പഠിക്കണം, അതായത് എന്താണ് ഒരു ബേസിക് സയൻസിൻ്റെ പ്ലാന്റ്സ് ലീഫ് അങ്ങനെ പഠിക്കുന്നതല്ല. എന്തിനാണ് ബേസിക് സയൻസ് പഠിക്കുന്നത്, എവിടുന്നാണ് ഈ ബേസിക് സയൻസ് വന്നത്, അങ്ങനെയുള്ള ഓരോ ബേസിക്കും തന്നുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം എന്ത് ചെയ്യുക, മിസ്സിൻ്റെ മക്കൾ വേഗം തന്നെ എന്ത് ചെയ്യുക, എന്താ ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ എന്ത് ചെയ്യുക, നിങ്ങൾ വേഗം തന്നെ മിസ്സിൻ്റെ മക്കളെ ആപ്പിലോട്ടേക്ക് വന്നിടാം. അപ്പം മിസ് എന്ത് ചെയ്യാണ്, മിസ് ഇപ്പം നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തരാൻ പോവാണ്, നമ്മളെ ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കൊരു ഐഡിയ തരണല്ലേ. അതായത് 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് വന്ന മക്കളാണ്, കുഞ്ഞു മക്കളൊന്നല്ല, കുറച്ചുകൂടി വലിയ മക്കളൊക്കെ ആയി. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് ബേസിക് സയൻസ്, ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം, ഇതൊക്കെ നിങ്ങൾ അറിയണം അല്ലേ. അതായത് ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് എന്ത് കിട്ടും, അതൊക്കെ നമ്മൾ അറിയണ്ടേ. അതുകൊണ്ടാണ് മിസ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് സയൻസ് പഠിക്കുന്ന വെച്ചാൽ നമ്മളെ കുറിച്ച് അറിയാനും നമ്മളെ ചുറ്റുപാടിനെ കുറിച്ച് അറിയാനും ഒക്കെ ഉള്ള എന്താണ് ഒരു അറിവാണ് നമുക്ക് ബേസിക് സയൻസിലേക്ക് തരുന്നത്. എന്താണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഒരു വിഷയമാണ് ബേസിക് സയൻസ്. അപ്പം മിസ്സിൻ്റെ മക്കളോട് ആദ്യം മിസ്സിന് പറയാനുള്ളത് എന്താണ്, കഷ്ടപ്പെട്ട് പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ എജുപോർട്ടിൻ്റെ മക്കൾ ഇത് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മിസ് നിങ്ങളെ ഇഷ്ടപ്പെടുത്തി എന്ത് ചെയ്യുന്നതായിരിക്കും, ബേസിക് സയൻസ് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, നിങ്ങൾ എന്തൊക്കെയാണ് ബേസിക് സയൻസിൽ പഠിക്കുന്നതെന്ന് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിലൂടെ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ആണ് അല്ലേ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് പാഠമാണ് എന്ത്, ഒറ്റയല്ലൊരു ജീവിയും. എന്താണ് ദ ചെയിൻ ഓഫ് ലൈഫ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ്, ഒരു ജീവിയും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണ്, അതിന് കുറേ ചെയിൻസ് ഉണ്ട്. അതായത് ഒരു ജീവി അടുത്തൊരു ജീവിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആഹാര ശൃംഖലാജാലം, അതിൻ്റെ ആവാസ വ്യവസ്ഥ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ വ്യാധികൾ പടരാതിരിക്കാൻ, അവേ ഫ്രം ദി ഡിസീസസ്. അതായത് നമുക്കൊക്കെ രോഗങ്ങൾ വരും, ആ രോഗം എങ്ങനെയൊക്കെ തടുത്താം, എങ്ങനെയൊക്കെ നിർത്തിവെക്കാം, അല്ലെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് അല്ലേ നമ്മൾ എങ്ങനെയൊക്കെ അതിനെ എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കും, ഇതൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്, ഇത് ഏതൊക്കെ രോഗങ്ങൾ വരും അല്ലെ, നിങ്ങൾ അടിക്കുന്ന ഈ വാക്സിൻ വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെയോ ജലം നിത്യജീവിതത്തിൽ, അതായത് ജലമില്ലാണ്ട് നമുക്കാർക്കും ജീവിക്കാനാവൂല അല്ലെ. എന്താണ് ആ ഒരു ജലത്തിന്റെ ഉപയോഗം, നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മളെ ജലത്തിന് ജലത്തിന്റെ ഉപയോഗം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് നോക്കാൻ പോകുന്നത്. പിന്നെ ജീവനുള്ള വിത്തുകൾ, അതിൽ തന്നെ അറിയില്ലേ, അതായത് എന്താണ് സീഡ്സ് ഓഫ് ലൈഫ് എന്നാണ്. ജീവനുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വിത്ത് മുളക്കുന്നത്, വിത്ത് മുളച്ച് എന്താവുന്നുണ്ട്, അത് കഴിഞ്ഞാൽ എന്താവുന്നുണ്ട്, പ്ലാന്റ്സിനെ പറ്റിയിട്ടും ചെടികളെ പറ്റിയിട്ടും സസ്യങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ, പിന്നെ പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്താണ് ട്രീസ്, മരങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്, ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് കേട്ടോ. കയ്യെത്തും ദൂരത്ത് ആകാശം, സ്കൈ നിയർ അറ്റ് ഹാൻഡ്. അതായത് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അമ്പിളി മാമനെ കാണാറുണ്ട്, പിന്നെ എന്താണ് നമ്മൾ സൂര്യനെ കാണാറുണ്ട്, നക്ഷത്രങ്ങൾ കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ നിൽക്കുന്ന എവിടെയാണ്, ഭൂമിയിലല്ലേ. ആ ഭൂമി അല്ലേ, ഭൂമി എന്താണെന്നും നമ്മൾ മേലോട്ടേക്ക് നോക്കുമ്പം ഈ സൂര്യൻ നക്ഷത്രം ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗ്രഹങ്ങൾ അല്ലേ, എന്താണ് നല്ല നല്ല നിങ്ങൾക്ക് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഗ്രഹങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഊർജ്ജ സ്രോതസ്സുകൾ, സോഴ്സ് ഓഫ് എനർജി. നിങ്ങൾ വിചാരിക്കും ഈ എനർജി ആണെന്നല്ലേ, ആ എനർജി അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് കാറ്റാടി യന്ത്രം, പിന്നെ എന്താണ് നമ്മളിപ്പോൾ വെള്ളത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എനർജീസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. പിന്നെ ഇന്ദ്രിയ ജാലം, അതായത് എന്താണ് മാജിക് ഓഫ്
ഓഫ് സെൻസസ്. അതായത് നമുക്ക് ഇന്ദ്രിയങ്ങൾ നിങ്ങൾക്കറിയില്ലേ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് അല്ലെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒക്കെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. നമ്മൾ കുഞ്ഞു ഭാവിയായപ്പോൾ ചോദിക്കൂലേ അല്ലെ, കണ്ണെടുത്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണിക്കൂലേ അല്ലെ. അവ എന്താണ് കണ്ണിൻ്റെ ഉപയോഗം, ചെവിൻ്റെ ഉപയോഗം, മൂക്കിൻ്റെ ഉപയോഗം, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. പിന്നെ എന്താണ് ജന്തുജാലങ്ങൾ, ഡൈവേഴ്സ് ഓർഗാനിസം. അതായത് നമ്മളെ ചുറ്റും എന്തുണ്ട്, ഇപ്പൊ തവള അല്ലെ, അതുപോലെ എന്താണ് അരണ, ഓന്ത്, അങ്ങനെ കുറേ ആനിമൽസ് അല്ലെ, ഓർഗാനിസംസ് ഇല്ലേ, ജന്തുക്കളില്ലേ. ആ ജന്തുക്കളും അവ എങ്ങനെയാണ് അടുത്തൊന്നാവുന്നത് അല്ലെ, പ്രത്യുൽപാദനം, പിന്നെ എന്താണ് രൂപാന്തരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ മക്കൾക്ക് ക്ലിയർ ആയിരിക്കും നമ്മൾ എന്താണ് ഫസ്റ്റ് പാർട്ടിലെ ടെക്സ്റ്റിലും സെക്കൻഡ് പാർട്ടിലെ ടെക്സ്റ്റിലും ഒക്കെ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5ാം ക്ലാസ്സിൽ മിസ്സ് വരുന്നതായിരിക്കും. മിസ്സിനെ മക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റീസ് എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അതുപോലെ എക്സാം അതൊക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എക്സാം, ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കുറേ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് അല്ലേ, നമ്മളെന്താണ് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ മിസ്സിൻ്റെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ മിസ് ആദ്യൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ആ സബ്ജക്റ്റ് പിടികിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് നോക്കി, ഇപ്പോൾ വേഗം എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് എല്ലാവരും വേഗം ജോയിൻ ചെയ്തോളുക. അപ്പോൾ ഈ ഒരു ചെറിയ പ്രൈസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളൊക്കെ ക്ലാസ് കിട്ടുന്നുണ്ടാവുക. ഇപ്പോഴേ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതുപോലെ തന്നെ എന്താണ് സെറ്റ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളെല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് സെറ്റ് ചെയ്ത് തരുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, വേഗം കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ് നിങ്ങളുടെ കമൻസ് ഒക്കെ മിസ് വായിക്കുന്നതായിരിക്കും കേട്ടോ. ഈ യൂട്യൂബിൻ്റെ വരുന്ന ഈ ഒരു കമൻസ് ഒക്കെ മിസ് വായിക്കുന്നതായിരിക്കും, മിസ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അതുവരെ ഇപ്പം മിസ് എന്ത് ചെയ്യുക, ബൈ പറയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.